നമുക്കിന്ന് ഇൻസ്റ്റാഗ്രാമിലെ കുറച്ച് ടിപ്സുകളെ പറ്റി ഒന്ന് മനസ്സിലാക്കാം. ഇന്ന് ഏറ്റവും കൂടുതൽ യുവജനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാഗ്രാം. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ആദ്യം നമുക്ക് നമ്മുടെ സെർച്ച് ഹിസ്റ്ററി എങ്ങനെ നമുക്ക് ഒറ്റയടിക്ക് ക്ലിയർ ചെയ്യാമെന്ന് നോക്കാം. അതായത് നമ്മൾ പലപ്പോഴും പലതും കണ്ടിരിക്കുന്ന നമ്മൾ സെർച്ച് ചെയ്തിരിക്കുന്നതിൻ്റെ ഹിസ്റ്ററി നമുക്ക് എങ്ങനെ ഒഴിവാക്കാമെന്നാണ് നമ്മൾ ആദ്യം പരിശോധിക്കും. നമ്മുടെ മുകളിലായിട്ടുള്ള നമ്മുടെ ആ പ്രൊഫൈലിൻ്റെ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ മുകളിലായുള്ള ആ 3 ലൈൻസ് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. നിങ്ങൾ ആ 3 ലൈൻസ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്തായി ഇതുപോലൊരു ഓപ്ഷനിലേക്ക് വരികയും ഇവിടെ നിന്നും നിങ്ങൾക്ക് കുറച്ച് അഴയ്ക്കാൽ യുവർ ആക്ടിവിറ്റി എന്നൊരു സ്ഥലം കാണും. യുവർ ആക്ടിവിറ്റി ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാണാം താഴേക്ക് കുറച്ചധികം സാധനങ്ങൾ കിടക്കുന്നതും. ഇതിലായി നമ്മൾ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായി റീസെൻറ്റ് സെർച്ചസ് എന്ന് പറയുന്ന നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ കാണുവാൻ സാധിക്കും. ഇതിങ്ങനെ എടുത്തതിന് ശേഷം നിങ്ങൾ ധാരാളം ഉണ്ടാവും. ഞാനിപ്പോൾ കുറച്ച് സെർച്ച് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഇത്രയും മാത്രം വന്നത്. നിങ്ങൾ പല കാര്യങ്ങൾ നിങ്ങൾ സെർച്ച് ചെയ്ത് പോയിട്ടുണ്ടാവും. ഇത്തരം സാഹചര്യത്തിൽ ഇവിടെ നിങ്ങൾ ക്ലിയർ ആൾ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ക്ലിയർ ആൾ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരിക്കൽ കൂടി ചോദിക്കും ഇത് ക്ലിയർ ചെയ്യണോ വേണ്ട എന്നുള്ളത്. നിങ്ങൾ ഒരിക്കൽ കൂടി കൺഫർമേഷൻ കൊടുത്താൽ നിങ്ങളുടെ എല്ലാ സെർച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഒറ്റയടിക്ക് തന്നെ ക്ലിയർ ചെയ്ത് കിട്ടുന്നതാണ്. വളരെ ഉപകാരപ്രദമായ ഫീച്ചറാണ്, ഓർമ്മിച്ച് വെച്ചുകൊള്ളുക. അടുത്തതായി നമുക്കിനി വേറൊരു കാര്യം നോക്കാൻ. നമുക്കിപ്പം പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും കണ്ടതിന് ശേഷം നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുന്ന കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ നമുക്ക് വന്നത് ഡിലീറ്റ് ചെയ്യേണ്ടായിരുന്നു, വീണ്ടും നമുക്ക് കാണാൻ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ സെയിം സ്ഥലം തന്നെയാണ്. നമ്മുടെ പ്രൊഫൈലിൽ വരുന്നു. ഇവിടെ നമ്മുടെ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ പോയാണെങ്കിൽ ആ 3 ലൈൻസിലൊന്ന് ക്ലിക്ക് ചെയ്ത് നമ്മുടെ യുവർ ആക്ടിവിറ്റി എന്നുള്ളിടത്തേക്ക് തന്നെ നമ്മൾ നേരത്തെ പോയ അതേ സ്ഥലം യുവർ ആക്ടിവിറ്റി എന്നുള്ളിടത്ത് തന്നെ നമുക്ക് കുറേ അധികം കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ നേരെ യുവർ ആക്ടിവിറ്റിയിലേക്ക് തന്നെ വരിക. യുവർ ആക്ടിവിറ്റിക്കകത്തായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം റീസെൻ്റ്ലി ഡിലീറ്റഡ് എന്നൊരു ഓപ്ഷൻ കാണും. ഈ റീസെൻ്റ് ഡിലീറ്റഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ ഡിലീറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെയായി കാണുവാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഡിലീറ്റ് ചെയ്തിരിക്കുന്നതിന് നമുക്ക് റീസ്റ്റോർ ചെയ്യുവാനും സാധിക്കും. നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് തന്നെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ നിങ്ങൾക്കത് നേരത്തെ ഉള്ള സ്ഥലത്തേക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ ഒരു ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ ഓപ്പൺ ആയി വരും. അതിനകത്ത് താഴെയുള്ള നമ്മൾ ആ 3 ഡോട്ട്സിലൊന്ന് ക്ലിക്ക് ചെയ്ത് ഇവിടെ റീസ്റ്റോർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് റീസ്റ്റോർ ചെയ്യുവാൻ സാധിക്കും. അതല്ലെങ്കിൽ പെർമനൻ്റായി ഡിലീറ്റ് ചെയ്ത് കളയണം. നിങ്ങളുടെ റീസൈക്കിൾ ബിന്നിൽ എന്നതുപോലെ ഇവിടെ ഒന്ന് കിടക്കേണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് പെർമനൻ്റായി ഡിലീറ്റ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ ഇവിടെ കാണിക്കും. നിങ്ങൾക്കത് പെർമനൻ്റായി ഡിലീറ്റ് കളയുവാനും സാധിക്കും. അപ്പോൾ നമ്മൾ രണ്ടാമത് നോക്കിയത് നമ്മളിപ്പോൾ നമ്മുടെ ഇതിനകത്ത് കിടക്കുന്ന പെർമനൻ്റായി ഡിലീറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ ഇതിനകത്ത് ചിലപ്പോൾ നിങ്ങൾക്കൊരു SMS അയച്ചൊരു കൺഫർമേഷൻ എടുക്കേണ്ടി വരും. അതിനൊരു ഓപ്ഷൻ വന്ന് കിടപ്പുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വന്ന SMS കൺഫർമേഷൻ ഇവിടെ എടുക്കുന്നതിന് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യുവാനും സാധിക്കും. നമ്മൾ എത്ര ടൈമാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിന് വേണ്ടി ചിലവഴിച്ചിരിക്കുന്നത്, നമ്മൾ എത്ര ടൈം ഇൻസ്റ്റാഗ്രാം കാണാൻ വേണ്ടി ചിലവഴിച്ചു എന്നുള്ളതിനെ പറ്റി അറിയാൻ ഈ യുവർ ആക്ടിവിറ്റിയിൽ നിങ്ങൾക്ക് കുറച്ച് താഴേക്ക് വരുമ്പോൾ ടൈം സ്പെൻഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഈ ടൈം സ്പെൻഡ് എന്നുള്ളത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഡെയിലി ആവറേജ് എത്ര ഉപയോഗിച്ചിരിക്കുന്നു, ഓരോ ദിവസവുമുള്ള വീക്കിലിയുള്ള ആവറേജും ബാക്കി സാധനങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. കൂടാതെ നിങ്ങൾക്കിതിനകത്ത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ചെയ്തു വയ്ക്കാൻ സാധിക്കും. ഈ ഡെയിലി ലിമിറ്റ് എന്നുള്ളിടത്ത് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ യൂസേജ് നിങ്ങൾക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കും. അതായത് നിങ്ങൾ തുടർച്ചയായി ഉപയോഗിച്ചിരുന്ന സമയത്ത് എത്ര ടൈം കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ മെസ്സേജോ അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ തരണമെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാം. നിങ്ങളിപ്പോൾ ഇവിടെ 45 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ ഇതാണെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ആ നിശ്ചിത സമയം കഴിയുമ്പോൾ അതിൽ നിങ്ങൾക്കൊരു റിമൈൻഡർ നിങ്ങൾക്ക് തരികയും അതിൽ കൂടി നിങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുന്നതിന് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഡെയിലി ലിമിറ്റ് നിങ്ങൾ ഓർമ്മിച്ച് വയ്ക്കുക. തൊട്ട് താഴെയായി വന്നിരിക്കുന്ന സ്ലീപ്പ് മോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്തുള്ള ഗുണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും മറ്റും വരുന്ന സമയം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ചെറുപറ നോട്ടിഫിക്കേഷൻ വരേണ്ടത് നമുക്കൊരു ക്യൂരിയോസിറ്റി വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണല്ലോ അത്. അപ്പോൾ അത് വരണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ലീപ്പ് മോഡ് ഓൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ഉറങ്ങുന്ന സമയം നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. അങ്ങനെ സെറ്റ് ചെയ്ത് നിങ്ങൾ ഏതൊക്കെ ദിവസമാണ് വേണ്ടതെന്നുള്ളത് സേവ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ നോട്ടിഫിക്കേഷൻ ബാക്കി സാധനങ്ങളും നിയന്ത്രിക്കുന്നതിന് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരം വ്യത്യസ്തമായിട്ടുള്ള അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇൻസ്റ്റാഗ്രാം ടിപ്പുകൾ നമുക്ക് വരും ദിവസങ്ങളിൽ പരിചയപ്പെടാം.